ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ വീഡിയോ നവരാത്രി ഗർഭ സെലിബ്രേഷൻ ഇതിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഞാൻ ഗുജറാത്തിൽ വന്ന് ഒരു 22 കൊല്ലമാവാറായി. 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് വന്ന് ആദ്യത്തെ കൊല്ലം ഗർഭകളി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്താണ് ഈ കളിയുടെ പേര് ഇങ്ങനെ എന്നൊക്കെ വിചാരിച്ചുട്ടാ. ഈ ഗർഭകളിയുടെ ഡ്രസ്സിനൊക്കെ നല്ല വിലയുണ്ടാവും കേട്ടോ. ഇപ്പം ഞാൻ ഇട്ടുള്ളതിന് 2500 രൂപയുണ്ട്. നല്ല ഒറിജിനൽ കോട്ടണിൽ ഹാൻഡ് വർക്കാണ് ഈ കാണുന്നത് മുഴുവൻ. പിന്നെ മിററൊക്കെ വെച്ചിട്ട് ഇപ്പം ഈ കുട്ടി ഇട്ടിട്ടില്ല, ഇതെൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. നവദുർഗയുടെ അമ്പലം പോലെ ഉണ്ടാക്കിയിട്ടുള്ളത് ആ കുട്ടിയുടെ അച്ഛനമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇവിടെ ഞങ്ങളുടെ സ്കൂളിൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നപ്പോൾ ഇതിന് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം സൈക്കിളാണ് കിട്ടിയതിട്ടാ. പിന്നെ ഈ ഡ്രസ്സ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്, പക്ഷെ അത്ര നല്ലതല്ലായിരുന്നു. അതിനത്ര വാല്യൂ ഇല്ല കേട്ടോ. ഇപ്പോൾ 2500 രൂപ എന്ന് പറഞ്ഞാൽ 2500, 3000, 4000, 5000 പല പല വില ഉണ്ടാവും. വർക്കിനനുസരിച്ചിരിക്കും, അതുപോലെ മിററിൻ്റെ ഒക്കെ വലുപ്പം അനുസരിച്ചിരിക്കും. ഇത് നോർമൽ ഡ്രസ്സായിരുന്നു. പിന്നെ എനിക്ക് ഗുജറാത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള ഫെസ്റ്റിവൽ നല്ല നവരാത്രിയാണ്. പല പല ഫെസ്റ്റിവലുണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ പറയുക നമ്മുടെ നവരാത്രി ഇത് തന്നെയാണ് കേട്ടോ. ഞാൻ വന്ന കൊല്ലം തന്നെ ഗർഭ കളിക്കാനൊക്കെ പഠിച്ചു കേട്ടോ. അത് ആ ഡാൻസിനോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ടായിരിക്കും കേട്ടോ. ഏത് സ്റ്റെപ്പും കളിക്കാനറിയാം, പല പല സ്റ്റെപ്പുകളുണ്ട്. ഏത് സ്റ്റെപ്പും എനിക്ക് കളിക്കാനറിയാം. പിന്നെ ഈ 9 ദിവസം ഇവരുണ്ടല്ലോ 2 മണി 3 മണി വരെയൊക്കെ പുലർച്ചെ കളി ഉണ്ടാവും, രാത്രി കളി തുടങ്ങിയിട്ട്. ഞാനിപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങിയതിന് ശേഷം രാത്രി കളിക്കാനൊന്നും പോകാറില്ല. 2 വട്ടം സ്കൂളിൻ്റെ പാർട്ടി പ്ലോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. രാകേഷേട്ടൻ പാസ് പോകണമെന്നുണ്ട്, മോൻ പാസ് എടുത്തിട്ടുണ്ട്. പക്ഷേ സ്കൂളിൽ പോകേണ്ട കാരണം ഇനി ശനിയാഴ്ച അങ്ങനെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അത്രയും പവിത്രമായിട്ടാണ് ഇവരിതൊക്കെ കളിക്കുക കേട്ടോ. എന്താ പറയുക, ചിലരൊക്കെ ഫാസ്റ്റ് എടുക്കും, ഫ്രൂട്ട്സ് മാത്രം കഴിക്കുള്ളൂ. ചിലർ ഒരു നേരം ഭക്ഷണം കഴിക്കും. അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിട്ടാണ് നവരാത്രി എന്ന് പറഞ്ഞ സാധനം. നമ്മുടെ നാട്ടിൽ നമ്മൾക്ക് ചെറുപ്പത്തിൽ എന്താ പൂജ ഹോളിഡേയ്സ് വരുന്നുണ്ട്, പുസ്തകം വായിക്കേണ്ട, എന്തായിരുന്നു നമ്മുടെയൊക്കെ ചെറുപ്പത്തിലല്ലേ. എനിക്കങ്ങനെയായിരുന്നു കേട്ടോ. പക്ഷേ പൂജയ്ക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടി വിയിൽ അത്ര നാൾ അഡ്വർടൈസ്മെൻ്റ് ഒന്നും വായിച്ചിട്ടില്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റിൽ എഴുതി കാണുന്നത് മുഴുവൻ വായിക്കും. ഈ പാർട്ടി പ്ലോട്ട് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ട? പിന്നെ ഇത് കണ്ടില്ലേ, ഇത് വേറെ, ഇത് എൻ്റെ ഒരു ട്യൂഷൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ ഞാൻ തുണി മാത്രമാണ് എടുത്തു കൊടുത്തത്, അവർ തുന്നി തന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം 2000 രൂപയുടെ അടുത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പ്യുവർ കോട്ടണൊക്കെ ആകുമ്പോഴേ. അപ്പോൾ ഇതേ കണ്ടില്ലേ ഓരോ സ്റ്റെപ്പുകളൊക്കെ നമ്മുടെ തിരുവാതിരക്കളിയുടെ ഓർമ്മ തന്നെ വരും. പക്ഷേ എന്താ പറയുക, ഗർഭ എന്നുള്ളൊരു പേരും അതിന് അനുസരിച്ചുള്ള ഓർണമെൻറ്റ്സ് എല്ലാവരുടെ കയ്യിലുണ്ടാവും. 10 ദിവസം 10 അല്ല 9 ദിവസം, ചിലപ്പോൾ ദസറയൊന്നും ഉണ്ടാവും. 10ാമത്തെ ദിവസം ദസറയാണല്ല. അല്ലെങ്കിൽ വേറെ വേറെ ഡ്രസ്സുകളാണ് ഇവരിടുക. അങ്ങനെ കോസ്റ്റ്യൂംസ് ആയാലൊക്കെ റെൻറ്റിനും കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഇന്നവരെ റെൻറ്റിന് വാങ്ങിച്ചിട്ടില്ല. എൻ്റെ കയ്യിൽ 3-4 ഉണ്ട് അങ്ങനെ. പിന്നെ ഇവിടെയുള്ളവർക്ക് ഭയങ്കര സ്പിരിറ്റാണ്. ഇപ്പോൾ ഞാൻ പറയില്ല, എനിക്കായാലും ഭയങ്കര ഇൻട്രസ്റ്റാണിത്. അപ്പോൾ ഗർഭകളി അതുപോലെ ഗുജറാത്തിൻ്റേതായ തനതായുള്ള പല പല കാര്യങ്ങളും ഇതിലുണ്ടാവും. ആർക്കൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ഈ വീഡിയോ എവിടെ ഇരുന്നാണ് കാണുന്നതെന്ന് വെച്ചാൽ അതും ഒന്ന് കമൻ്റായിട്ട് ഇടണം കേട്ടോ. പിന്നെ നിങ്ങളുടെയൊക്കെ നാട്ടിൽ നവരാത്രി സെലിബ്രേഷൻ എങ്ങനെയാണെന്നുള്ളതും ഇടണം. നമ്മുടെ നാട്ടിൽ പുസ്തകം പൂജ വെപ്പാണെന്ന് അറിയാം. ഞാൻ മലയാളികൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് മലയാളത്തിൽ വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.